ഒരു കഥ പറയൂ. കഥ പറയൂ. കഥ പറയൂ. കഥ 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 കഥയല്ല കഥകൾ. നമസ്കാരം കുട്ടികളെ. ഇന്ന് പറയാൻ പോകുന്നത് മഹാഭാരതം വനപർവ്വത്തിലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ഭാഗമാണ്. നമ്മളെല്ലാവരും കേട്ടിരിക്കേണ്ട, അറിഞ്ഞിരിക്കേണ്ട ഒന്നാണിത്. കഥയിലേക്ക് കടക്കാം. പാണ്ഡവര്, കൗരവര്, അവര് തമ്മിൽ ഒരിക്കൽ ചൂത് കളിച്ചത് നമുക്കറിയാം. അതില് കള്ളച്ചൂത് കളിച്ച് കൗരവര് പാണ്ഡവരെ കാട്ടിലേക്ക് പറഞ്ഞു വിട്ടു. അങ്ങനെ അവര് കാട്ടില് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയം, കാട്ടിലാണെങ്കിൽ പോലും അവരുടെ ദാനധർമാദികള് അതിലൊന്നും ഒരു കുറവും വരുത്തിയില്ല. അവരോടൊപ്പം തന്നെ കാട്ടിലേക്ക് പോകുന്ന ബ്രാഹ്മണർക്ക് മിഷ്ടാന്ന ഭോജനം, അതുപോലെ വസ്ത്രങ്ങള്, അങ്ങനെ ഒരു കാര്യങ്ങളിലും കുറവ് വരാൻ പാടില്ല. അതിനു വേണ്ടിയിട്ട് ധർമ്മപുത്രർ എന്ത് ചെയ്തു? സൂര്യഭഗവാനെ സേവിച്ച് പ്രസാദിപ്പിച്ച് ഭഗവാനിൽ നിന്ന് അക്ഷയപാത്രം നേടി. അങ്ങനെ അവര് അവിടെ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം, 12 വർഷത്തെ വനവാസം തീരാനായിട്ട് ഇനി കുറച്ച് മാസങ്ങളും കൂടി ബാക്കിയുള്ളൂ. അത് കഴിഞ്ഞു കഴിഞ്ഞാലോ പിന്നെ 1 വർഷം അജ്ഞാതവാസമാണ്. ആരും അറിയാതെ എവിടെയെങ്കിലും താമസിക്കണം. അപ്പൊ അതിന് എന്ത് ചെയ്യേണ്ടു എന്നുള്ള ചിന്തകളില് അവരിങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു ദിവസം രാവിലെ ഒരു ബ്രാഹ്മണൻ ഇവരെ കാണാൻ വരികയാണ്. ഈ ബ്രാഹ്മണൻ വന്നത് എന്തിനാന്നുണ്ടെങ്കിലേ, അദ്ദേഹം യാഗത്തിന് തീയുണ്ടാക്കാൻ തുടങ്ങുകയായിരുന്നു. പണ്ടൊക്കെ ഇന്നത്തെ പോലെ തീപ്പെട്ടിയോ ലൈറ്ററോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. അപ്പൊ തീ, പ്രത്യേകിച്ച് ഈ ഹോമങ്ങളൊക്കെ നടത്തുന്ന സമയത്ത് ഹോമകുണ്ടങ്ങളിലൊക്കെ അഗ്നി ജ്വലിപ്പിക്കാനായിട്ട് ഉപയോഗിച്ചിരുന്ന 2 മരക്കഷ്ണങ്ങളാണ് അരണി. അപ്പോ ഈ ബ്രാഹ്മണൻ യാഗത്തിന് വേണ്ടിയിട്ട് തീ ഉണ്ടാക്കാനായിട്ട് അരണിക്കോല് കടയുന്ന ഒരു സമയത്ത് എന്ത് സംഭവിച്ചു? ഒരു മാൻ അതിലെ വന്നു. അബദ്ധവശാൽ ഈ അരണി മാനിന്റെ കൊമ്പില് കുരുങ്ങിപ്പോയി. ഇത് കുരുങ്ങിയതും മാൻ പേടിച്ചു പോയി. ഒരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. ബ്രാഹ്മണൻ പിന്നാലെ ഓടി, പക്ഷെ അതിനെ കിട്ടിയില്ല. ആകെ വിഷമായി. അരണി കിട്ടി അഗ്നി ജ്വലിപ്പിച്ചാലാണ് അദ്ദേഹത്തിന് യാഗം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ ഇനി വേറെന്താ മാർഗം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഇവിടെ പാണ്ഡവര് ഈ വനത്തിൽ താമസിക്കുന്ന വിവരം അദ്ദേഹം അറിയണത്. അങ്ങനെ ഇവരെ കാണാൻ വന്നതാണ്. ഇദ്ദേഹത്തെ കണ്ടതും പാണ്ഡവര് വേഗം എഴുന്നേറ്റ് നിന്ന് അദ്ദേഹത്തെ വന്ദിച്ചു. അപ്പോ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനൊരു സംഭവം ഉണ്ടായി, എൻ്റെ ആ അരണി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീണ്ടെടുത്ത് തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ യാഗം മുടങ്ങുന്നു. അതിനെന്താ, നമ്മളത് അന്വേഷിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഈ പാണ്ഡവര് ആ മാനിനെ അന്വേഷിച്ചു പോവുക. അപ്പൊ ബ്രാഹ്മണൻ ചൂണ്ടിക്കാണിച്ചു, ദാ ഇന്ന വഴിക്കാണ് പോയത് എന്ന് ചൂണ്ടിക്കാണിച്ചു. അപ്പൊ ആ വഴിക്ക് മാനിനെ അന്വേഷിച്ചവര് ഇറങ്ങി. നടന്നു 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 അവശതയായി. പക്ഷെ മാനിനെ എവിടെയും കാണാൻ കഴിഞ്ഞില്ല. ഒരുപാട് അലഞ്ഞു, പക്ഷെ ആ മാനിനെ അവർക്ക് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. നേരം കുറേ ഉണ്ടല്ലോ ഇവരിങ്ങനെ അലഞ്ഞു തുടങ്ങിയിട്ട്. ക്ഷീണിച്ച് അവശ നിലയായി അവിടെ ഒരു ആൽച്ചുവട്ടില് ഇരുന്നു. വിശപ്പും ദാഹവും ഒന്നും സഹിക്കാൻ വയ്യ. കാടല്ലേ, വിചാരിക്കുമ്പോ ഭക്ഷണം ഒന്നും കിട്ടില്ല, അല്ലെ? അങ്ങനെ ക്ഷീണിച്ച് അവിടെ ഇരിക്കുന്ന ആ ഒരു സമയത്ത് യുധിഷ്ഠിരൻ നകുലനോട് പറഞ്ഞു, നകുല, നീ ഒന്ന് പോയി ഇവിടെ എവിടെയെങ്കിലും വെള്ളം കിട്ടുമോ നോക്കൂ, കിട്ടുന്നുണ്ടെങ്കിൽ കൊണ്ടുവരൂ. നകുലൻ ആദ്യം എന്താ ചെയ്തതെന്നറിയാമോ? അവിടെ അടുത്ത് നല്ല പൊക്കമുള്ളൊരു മരമുണ്ടായിരുന്നു. ആ മരത്തിന്റെ മുകളിലേക്ക് കയറി, എന്നിട്ട് ദൂരേക്ക് നോക്കിയപ്പോ ഒരു ഭാഗത്ത് ഒരു ജലാശയം, കുളമോ പുഴയോ അങ്ങനെ എന്തോ വെള്ളമുള്ള ഒരു ഭാഗം കണ്ടു. അങ്ങനെ വേഗം മരത്തിൽ നിന്ന് താഴെ ഇറങ്ങി ആ ദിക്കിലേക്ക് യാത്രയായി വെള്ളം കൊണ്ടുവരാനായിട്ട്. അങ്ങനെ നടന്ന് നടന്ന് നകുലൻ ഒരു തടാകത്തിന്റെ അടുത്തെത്തി.
അവിടെ എത്തിയപ്പോ നല്ല തെളിഞ്ഞ വെള്ളം, ദാഹം കൊണ്ട് അവശ നിലയുണ്ടായിരുന്നല്ലോ. ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുത്ത് മുഖക്കൊന്ന് കഴുകി, എന്നിട്ട് വെള്ളം കുടിക്കാനായിട്ട് കൈക്കൊമ്പിളിൽ ഇങ്ങനെ കോരി ഇങ്ങനെ എടുത്ത് കുടിക്കാനായിട്ട് വന്നതും, നിൽക്കൂ, ഒരു അശരീരി കേട്ടു. ഈ കുളം എന്റെയാണ്. ഇതിലെ വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, അല്ലാത്ത പക്ഷം മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. നകുലൻ ചുറ്റും നോക്കി ആരെയും കാണാനില്ല. തോന്നിയതാവും എന്ന് കരുതി കയ്യിലെടുത്തിരുന്ന ആ വെള്ളം കുടിച്ചു. ദേ കൊടുക്കും, അവിടെ മറിഞ്ഞ് വീണു. നകുലൻ പോയിട്ട് കുറേ നേരായി, പക്ഷെ തിരിച്ചു വരണ കാണാനില്ല. ഇവിടെ ബാക്കി പാണ്ഡവര് കാത്തിരിക്കുകയാണ് അല്ലേ. അപ്പോ യുധിഷ്ഠിരൻ സഹദേവനോട് പറഞ്ഞു, സഹദേവ, നീ ഒന്ന് പോയി നോക്കിയിട്ട് വരൂ. അങ്ങനെ നകുലൻ പോയ അതേ ദിക്ക് നോക്കി സഹദേവൻ ചെന്നു. അവിടെ ചെന്ന് വെള്ളം കുടിക്കാനായിട്ട് കയ്യില് വെള്ളമെടുത്തു. ഇതേ അനുഭവം സഹദേവനും ഉണ്ടായി. സഹദേവനും കേട്ടു ഒരു അശരീരി. പക്ഷെ നകുലനെ പോലെ തന്നെ ഈ അശരീരിയെ സഹദേവനും വകവച്ചില്ല. ആ വെള്ളം കുടിച്ചു. സഹദേവനും അവിടെ മറിഞ്ഞു വീണു. ഇനി ആരുണ്ട് ഇവിടെ? യുധിഷ്ഠിരനുണ്ട്, ഭീമനുണ്ട്, അർജുനനുണ്ട് അല്ലെ. രണ്ടുപേര് പോയി കാണാനില്ല. അർജുനനെ പറഞ്ഞു വിട്ടു. അർജുനൻ അവരെ അന്വേഷിച്ച് ഈ തടാകക്കരയിലെത്തി. വെള്ളം കുടിക്കാനായിട്ട് എടുത്ത ആ ഒരു സമയത്ത് വീണ്ടും അശരീരി കേട്ടു. ഈ കുളം എൻ്റെ വകയാണ്, എൻ്റെ സ്വത്താണ്. ഇതിലെ വെള്ളം കുടിക്കണമെങ്കിൽ എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം, അല്ല എങ്കിൽ നിന്റെ 2 സഹോദരന്മാരെ പോലെ നീയും മരിക്കാൻ തയ്യാറായിക്കൊള്ളുക. ചുറ്റും നോക്കി ആരെയും കാണാനില്ല. അർജുനൻ എന്ത് ചെയ്തു? ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അമ്പ് ചെയ്യാൻ തുടങ്ങി. അശരീരി പറഞ്ഞു, നീ അമ്പ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാമെങ്കിൽ മാത്രം നിനക്ക് ഇതിലെ വെള്ളം എടുക്കാം. ഓ, അത്രയ്ക്ക് ധൈര്യമോ? എന്നാ പിന്നെ ഈ വെള്ളം കുടിച്ചിട്ട് എന്ന കാര്യം എന്ന് പറഞ്ഞ് അർജുനൻ വെള്ളമെടുത്ത് കയ്യിൽ പിടിച്ച് കുടിച്ചതും ദാ കൊടുക്കും, അർജുനനും മറിഞ്ഞു വീണു. കുറച്ചു കഴിഞ്ഞ് ഭീമൻ വന്നു. ഭീമനും ഇതേ അനുഭവം തന്നെ ഉണ്ടായി. അങ്ങനെ പാണ്ഡവരില് ഇനി ബാക്കി ആരുണ്ട്? യുധിഷ്ഠിരൻ അല്ലേ. ഇത്രയും നേരമായി 4 സഹോദരങ്ങളും പോയി, അവരെ കാണാനില്ല. ഇനിയിപ്പോ ഞാൻ തന്നെ ചെന്ന് അന്വേഷിക്കാമെന്ന് കരുതി അദ്ദേഹം ഈ തടാകക്കരയിലേക്ക് വന്നു. ഇവിടെ വന്നപ്പോ കാണുന്ന കാഴ്ച എന്താ? തന്റെ 4 അനിയന്മാരും അവിടെ മരിച്ചു കിടക്കണു. സങ്കടായി, കണ്ണൊക്കെ നിറഞ്ഞ് ഒഴുകാൻ തുടങ്ങി. ഇത് എന്താ സംഭവിച്ചത്? വീരന്മാരാണ് എൻ്റെ അനുജന്മാർ. അവരെ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ തോൽപ്പിക്കാനായിട്ട് സാധിക്കില്ല. ഒന്നുകിൽ ഇത് ദുര്യോധനന്റെയോ അല്ലെങ്കിൽ ശകുനിയുടെയോ ചതിയാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രാക്ഷസന്മാരുടെ മായാപ്രയോഗമാവാം. എന്തായാലും എൻ്റെ അനിയന്മാരില്ലാണ്ട് ഞാൻ മാത്രം ജീവിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് ഈ വെള്ളം കുടിച്ച് ഞാനും മരിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തൻ്റെ കയ്യിൽ ആ വെള്ളം കോരിയെടുത്ത് കുടിക്കാനായിട്ട് തുടങ്ങിയതും അദ്ദേഹവും കേട്ടു ആ അശരീരി. ഈ കുളം എൻ്റെ സ്വത്താണ്. ഇവിടെ വെള്ളം കുടിക്കണമെങ്കിൽ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയണം. അതിന് തയ്യാറല്ലാത്ത പക്ഷം നിന്റെ സഹോദരന്മാരുടെ കൂടെ തന്നെ നിനക്കും പോവാം എന്ന് പറഞ്ഞു. അപ്പോ അദ്ദേഹം തന്റെ കയ്യിലെ വെള്ളം അവിടെ താഴെ ഒഴിച്ചു. എന്നിട്ട് ചുറ്റും നോക്കി, ആരും കാണാനില്ല. അപ്പോ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, അല്ലയോ മഹാത്മാവേ, അങ്ങ് ആരാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ കുളം, കിണർ, സത്രം, ചാവടി, തണ്ണീർ പന്തൽ, ചുമട് താങ്ങി ഇതൊന്നും എന്റെയാണെന്ന് ലോകത്തിൽ ആരും പറയാറില്ല. അത് പൊതു സ്വത്താണ്. അപ്പോ ഈ അശരീരി വീണ്ടും കേട്ടു, യുധിഷ്ഠിര, നിന്റെ അനുജന്മാരെ കൊന്നത് ഞാനാണ്. നിന്നെയും ഞാൻ കൊല്ലും, ഒരു സംശയമില്ല. എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ വെള്ളം കുടിച്ചാൽ നിന്റെ അനുജന്മാരുടെ അതേ അവസ്ഥ തന്നെ നിനക്കും വരും. അപ്പോ
യുധിഷ്ഠിരന് മനസ്സിലായി ഇതൊരു സാധാരണ ആളല്ല. കൈകൾ കൂപ്പി എന്നിട്ട് ചോദിച്ചു, അങ്ങ് ആരാണ്? ദയവായി എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടൂ. പറഞ്ഞു, ഞാനൊരു യക്ഷനാണ്. ഈ തടാകം, ഇതിലെ ജലം, ഇതെല്ലാം എൻ്റെ നിയന്ത്രണത്തിലാണ്. എൻ്റെ ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം നൽകിയില്ല എന്നുണ്ടെങ്കിൽ ഇതിലെ ജലം എടുക്കാനായിട്ട് ഞാൻ അനുവദിക്കില്ല. താങ്കളുടെ സഹോദരന്മാര് എൻ്റെ വാക്കുകളെ ധിക്കരിച്ചു. അതിന്റെ ഫലമായി അവർക്ക് മരിക്കേണ്ടി വന്നു. അതിലെനിക്ക് ദുഃഖമുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ യക്ഷൻ ഒരു ഭഗത്തിന്റെ രൂപത്തില് യുധിഷ്ഠിരന്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. ഭഗം എന്താണെന്ന് മക്കൾക്കറിയാം അല്ലെ? നമ്മൾ കഴിഞ്ഞ കഥയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭഗ കുളീരക കഥയില് അല്ലെ? അങ്ങനെ ഭഗത്തിന്റെ രൂപത്തില് യുധിഷ്ഠിരന്റെ മുമ്പില് പ്രത്യക്ഷപ്പെട്ടു. യുധിഷ്ഠിരൻ കൈകൾ കൂപ്പി എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ അനുവാദമില്ലാതെ ഞാൻ ഈ തടാകത്തിലെ ജലം കുടിക്കില്ല. അങ്ങ് ചോദ്യങ്ങൾ ചോദിച്ചോളൂ, എനിക്കറിയുന്നത് പോലെ ഞാൻ അതിന് മറുപടി പറയാം. ഈ യക്ഷൻ യുധിഷ്ഠിരനോട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് ആരംഭിച്ചു.